പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകലതും നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ഇന്നുവരെ കരുതലോടെ കാത്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഇഷ്ടത്തിനു വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ല ഈശോയെ, ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ കരുണയും സ്നേഹവും എപ്പോഴും നിലനിൽക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിന്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മരണാർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് കണ്ടാൽ അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നാം കടപ്പെട്ടവരാണെന്ന് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരനെ തെറ്റിൽ നിന്ന് തിരുത്തുവാനായിട്ടുള്ള വലിയൊരു വിളി കൂടി നമുക്കുണ്ടെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളിൽ സംപ്രീതനാകുവാൻ സഹോദരങ്ങളുടെ തെറ്റ് ക്ഷമിക്കുവാൻ കൂടി കഴിയണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യേശു ജോർദാൻ കരയിൽ പോയി തന്നെ സാക്ഷ്യപ്പെടുത്തും. യേശു സ്നാനം കൊടുക്കുന്നത് കണ്ട് ജനക്കൂട്ടം എന്ന് പറഞ്ഞു, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അതാ അവൻ അവിടെ സ്നാനം നൽകും. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുതാവിന് മുമ്പേ അയക്കപ്പെട്ടവനാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് യോഹന്നാൻ കേൾക്കുക യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചത്. പലപ്പോഴും മറ്റുള്ളവർ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് അസൂയ, വിദ്വേഷം, അതുപോലെ നമ്മേക്കാൾ നല്ലതായി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയം, നമ്മളുടെ സ്ഥാനം പോകുമെന്നുള്ള ചിന്ത, ഇതൊന്നുമല്ല യോഹന്നാനെ അലട്ടിയിരുന്നത്. തനിക്ക് മുമ്പേ വന്നവൻ ഏറ്റെടുത്ത് ചെയ്യേണ്ട ജോലികൾ തുടങ്ങിയെന്ന് അറിഞ്ഞതിലുള്ള സന്തോഷം. ഈ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ഈശോയുടെ തിരുമുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നമ്മളെപ്പോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മളെക്കാൾ കൂടുതലായി നന്നായി ശുശ്രൂഷ ചെയ്യുവാൻ ഏവർക്കും കൃപ നൽകണമേ. ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവിടുത്തെ വേലയിൽ അലസത കൂടാതെ പ്രവർത്തിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പ്രഭാതത്തെ സമർപ്പിക്കുന്നു. നിൻ്റെ ശുശ്രൂഷകൾ വീഴ്ച കൂടാതെ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.